ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ റോഡ് മാർക്കിങ്ങിൽ ഏതൊരാൾക്കും ഏറ്റവും പരിചയമുള്ള ഒരു മാർക്കിംഗ്, അത് വാഹനം ഉപയോഗിക്കുന്നവർക്കും വഴി യാത്രക്കാർക്കും ഏറ്റവും പരിചയമുള്ള ഒരു മാർക്കിംഗ് ആണ് സീബ്ര ലൈൻ ക്രോസിംഗ്. എന്നാൽ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. ഇത് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പെറ്റി കിട്ടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം നമ്മുടെ റോഡിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ ക്യാമറകൾ MVD സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ പെറ്റി നമ്മുടെ വീട്ടിൽ വരും. അതുകൊണ്ട് ഇനി ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ റോഡുകൾ അപ്ഡേഷനിലാണ്, അതായത് നല്ല റോഡുകൾ വരുന്നു. മറ്റു പല രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ റോഡ് അപ്ഡേഷനിലല്ലായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. കാരണം റോഡിൽ തിരക്ക് കൂടുന്നു, വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു, അപകടങ്ങൾ കൂടുന്നു. അതുകൊണ്ട് തന്നെ നിയമങ്ങൾ ശക്തമാകുകയാണ്. അപ്പോൾ സീബ്ര ലൈൻ ഇനി ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വഴിയാത്രക്കാരനാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾക്കാണ് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ മുൻഗണന ഉള്ളത്. ഒരു വണ്ടി ഉപയോഗിക്കുന്ന ആൾ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, സീബ്ര ലൈൻ ഒരാൾ ക്രോസ് ചെയ്യാൻ തുടങ്ങുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ദീർഘദൂരം മുന്നമേ തന്നെ നിങ്ങളുടെ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ സീബ്ര ലൈനിനോട് ചേർത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തുന്ന ഒരു മെത്തേഡ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. സീബ്ര ലൈനിന് മുന്നിലും പിന്നിലുമായിട്ട് ഓരോ വരകൾ കൊടുത്തിരിക്കുന്നു. അവിടെ സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് മാത്രമേ നമ്മളുടെ വാഹനം നിർത്താനായിട്ട് പാടുള്ളൂ. മുന്നോട്ട് കയറ്റി നിർത്തുവാനായിട്ട് പാടില്ല. വഴി യാത്രക്കാരൻ കടന്നു പോയതിന് ശേഷം മാത്രം വാഹനം മുന്നോട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് വരുമ്പോൾ തിരക്കുള്ള ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ സ്റ്റോപ്പ് സിഗ്നൽ തെളിഞ്ഞിരിക്കും. ആ സിഗ്നൽ മാറി നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഗ്രീൻ സിഗ്നൽ തെളിഞ്ഞതിന് ശേഷം മാത്രം ആ നിശ്ചിത സ്പേസിൽ നിന്ന്, അതായത് സ്റ്റോപ്പ് ലൈനിൽ നിന്ന് മുന്നോട്ട് വാഹനം എടുക്കുക. ഒരു കാരണവശാലും നമ്മൾ ആ സീബ്ര ലൈനിനോട് ചേർത്ത് വണ്ടി നിർത്തരുത്. ഇങ്ങനെ നിർത്തിയാൽ നിങ്ങൾക്ക് പെറ്റി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അത് കൃത്യമായിട്ടും തന്നെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ സീബ്ര ലൈൻ എവിടെയൊക്കെയാണ് നമുക്ക് സാധാരണ കാണാൻ കഴിയുന്നത്? തിരക്കുള്ള റോഡുകളിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്കൂളുകളുടെ ഫ്രണ്ടിൽ കാണാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആൾക്കാർ ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് സീബ്ര ലൈൻ കാണാനായിട്ട് സാധിക്കും. ഒരു വഴിയാത്രക്കാരൻ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പലരും സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കാറില്ല. അവിടുന്ന് മാറിപ്പോകുന്ന ഒരു രീതി പലരും ചെയ്യാറുണ്ട്. എന്നാൽ ഒരു സീബ്ര ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു വഴി യാത്രക്കാരൻ നടന്നു പോകേണ്ടത് എപ്പോഴും റോഡിൻ്റെ റൈറ്റ് സൈഡ് ചേർന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ റൈറ്റ് സൈഡിലൂടെ വന്ന് റോഡിൻ്റെ ക്രോസ് ചെയ്യാനായിട്ടുള്ള സീബ്ര ലൈനിൻ്റെ ഒരു ഭാഗത്ത് വന്ന് കഴിഞ്ഞാൽ റോഡിൻ്റെ ഇരു സൈഡും നോക്കി വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കയറുക. നമ്മൾക്ക് മുൻഗണന കൂടുതലുണ്ട് എന്ന് കരുതി വണ്ടി വരുമ്പോൾ മുന്നോട്ട് കയറി പോകരുത്. അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക.